കണ്ണൂർ ഇരിട്ടിയിൽ വൈദ്യുതി മുടങ്ങിയാൽ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തനവും നിലയ്ക്കുകയാണെന്ന ആക്ഷേപം. വിവിധ ആവശ്യങ്ങളുമായി രജിസ്ട്രാർ ഓഫീസിൽ എത്തുന്നവർ ഇതോടെ ബുദ്ധിമുട്ടിലാവുകയാണെന്നാണ് പരാതി. കോടികൾ മുടക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടും ഇരിട്ടി സബ് രജിസ്ട്രാർ ഓഫീസിൽ വൈദ്യുതി മുടങ്ങിയാൽ പ്രവർത്തനങ്ങളെല്ലാം നിലയ്ക്കുമെന്നാണ് ആക്ഷേപം. 1 വർഷത്തോളമായി ഇൻവെർട്ടർ തകരാറിലായിട്ടും പുതിയത് സ്ഥാപിച്ചില്ലെന്നും പരാതിയുണ്ട്. കേരളത്തിന് പുറത്തുനിന്നുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അവധിയിലെത്തുന്നവർ വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് രജിസ്ട്രേഷൻ നടക്കാതെ തിരിച്ചു പോകേണ്ട സാഹചര്യമുണ്ടായിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട സ്ഥിതിയാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. നിസ്സാര കാര്യങ്ങൾക്ക് അരമണിക്കൂർ ആവശ്യത്തിന് വേണ്ടിയിട്ട് 4-5 മണിക്കൂർ ഇവിടെ ചെലവാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. 9 മണിക്കൂർ ഇതുവരെ ഒരാൾ കയറുമ്പോൾ അപ്പം കറണ്ട് പോകും, ഒരേ കറണ്ട് പോകും. അപ്പോൾ ഈ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്തു നോക്കണം. എൻ്റെ അടുത്താണ് വരുമാനം ഒരു സർക്കാരിൻ്റെ വരുമാനം ഒരു സ്ഥാപനമാണ്. വൈദ്യുതി മുടങ്ങിയതോടെ മണിക്കൂറുകളോളമാണ് സബ് രജിസ്റ്റർ ഓഫീസിന്റെ പ്രവർത്തനം നിലച്ചത്. നിരവധി തവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും രജിസ്ട്രേഷൻ വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. 23 സബ് രജിസ്റ്റർ ഓഫീസുകളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ഭൂരിഭാഗം രജിസ്റ്റർ ഓഫീസുകളിലും ഇത് തന്നെയാണ് സ്ഥിതിയെന്നും നാട്ടുകാർ പറയുന്നു. വൈദ്യുതി മുടങ്ങുമ്പോൾ ഓഫീസ് പ്രവർത്തനം നിലയ്ക്കാതിരിക്കാൻ പര്യാപ്തമായ ബദൽ മാർഗങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.